ആരൊക്കെ എടുത്ത ട്രേഡ്? സലാം ബ്രോ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഓൾമോസ്റ്റ് പിടിച്ച 26 പോയിന്റ്സ് ആണ്. ഈ വീക്ക് ഓവറോൾ എല്ലാരും എന്താ പൊസിഷൻ? ഗ്രീൻ അല്ലേ? ഗ്രീൻ ഗ്രീൻ. അത് വ്യൂ ബൈന്ന് മാറണമെങ്കിൽ ഈ ഏരിയയും കൂടെ ബ്രേക്ക് ആവണം. എന്റെ അക്കൗണ്ടിൽ പൈസ ഇട്ട് ഇങ്ങനെ എന്തെങ്കിലും കിട്ടിയ ഒരു സെല്ലിന് നോക്കാം കേട്ടോ. സ്കാൽപ്പാണ് ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ട്രാപ്പ് കൂടി കിട്ടി എൻട്രി പിടിച്ചോ. ടൈം നമുക്ക് കുറവാണ്. ഇവിടെ നിന്ന് കൺഫർമേഷൻ കിട്ടണം. ഇവിടെ ഈ ഏരിയയിൽ എവിടെയെങ്കിലും കൺഫർമേഷൻ കിട്ടണം. ഇൻ കേസ് അത് ബ്രേക്ക് ചെയ്ത് പോയാൽ കഴിഞ്ഞു. ടാർഗറ്റ് നിങ്ങൾക്ക് ഇവിടെ വയ്ക്കാം. ഇങ്ങനെയൊക്കെ ക്ലോസ് ചെയ്യാൻ പിടിച്ചോ. 5-10 പോയിന്റ് ഒക്കെ പിടിച്ചാൽ മതിയേ. എക്സിറ്റ് ചെയ്തോ. എടുത്ത് വല്ല എക്സിറ്റ് ചെയ്തേ. പിടിച്ചില്ലേ? എക്സിറ്റ് ചെയ്താ. ഞാൻ എക്സിറ്റഡ് ആണ്. ഞാൻ കംപ്ലീറ്റ് എക്സിറ്റഡ് ആയി. ഞാൻ ടൈം എക്സിറ്റ് ചെയ്തായോണ്ടാ ഇതായത്. പിന്നെ ഈ ലോ അല്ല എന്റെ ടാർഗറ്റ്. എന്റെ ടാർഗറ്റ് ഇത് ഈ ഏരിയ വരെയാണ്. ഭയങ്കര മൂവ്മെന്റും വന്നപ്പോ ഞാൻ അവിടെ എക്സിറ്റ് ആയി. വോയിസ് ക്ലിയർ ആണോ? ട്രേഡ്സ് എന്തെങ്കിലും നോക്കിയിട്ടുണ്ടായിരുന്നോ? സ്റ്റോക്കിൽ ബജാജ് ഫിനാൻസ്, RBL ബാങ്ക് 164.01 ഒരു അലേർട്ട് ഇട്ട് വെച്ചോ. നമുക്ക് സ്റ്റോക്ക് ആണോ ഒന്നുകൂടി പറയാം. RBL ബാങ്ക് 164.01. ഇന്നലെ പിന്നെ ആരെങ്കിലും വേറെ ബൈ എടുത്തിട്ടുണ്ടായിരുന്നോ? അത് ഹൈ ബ്രേക്ക് ആവട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. ഗോദ്രേജ് കൺസ്യൂമേഴ്സ് അലോട്ട് ഇട്ടോ 116.25. ബജാജ് ഫിൻസ് പറഞ്ഞല്ലോ ബ്രോ. അതെവിടെ വെച്ചിട്ടു അലേർട്ട് അടിച്ചത്. സൗണ്ട് ഉണ്ടല്ലോ, സംസാരിക്കുന്നുണ്ട്. ബജാജ് ഫിൻ ഞാൻ പറഞ്ഞല്ലോ. ഓർഡേഴ്സ് ഏതിലുണ്ടോന്നാ ചോദിച്ചത്. നിഫ്റ്റിയിൽ എനിക്ക് പ്ലാൻ ആവുന്നേ ഉള്ളൂ. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് കറന്റ് ഇതുവരെ ഒന്നുമില്ല. സൗണ്ട് ചെറുതായിട്ടാണ് കേൾക്കുന്നത്, എന്താന്നറിയില്ല. വേറെ ആർക്കും ഇഷ്യൂ പറയുന്നില്ല ബ്രോ. ഡിസ്കോഡിന്റെ എന്തെങ്കിലും ഇഷ്യൂ ആണോ? സെറ്റിംഗ്സിൽ എന്തെങ്കിലും മാറി കിടക്കുന്നത്? ലോ സൗണ്ടോ? ഫോൺ യൂസ് ചെയ്താൽ സൗണ്ട് കുറവാണോ? വേറെ ആരും അങ്ങനെ ഒരു ഇഷ്യൂ പറഞ്ഞിട്ടില്ല. ഹലോ, വന്നാ കേക്കാ? കറണ്ട് വന്നിട്ടില്ല. ഇല്ലേ, എനിക്ക് കറന്റ്ലി നിഫ്റ്റിയിൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ കൺഫർമേഷൻ ആവുള്ളൂ. സെല്ലാവാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ഏരിയ വല്ലോ. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നിൽക്കുന്ന ഏരിയ ഇല്ല, അതിന്റെ മുകളിൽ ഒരു സ്ട്രക്ചർ ഇല്ലേ, അവിടെ അത്യാവശ്യം ഓർഡേഴ്സ് ഉള്ള ഏരിയ ആണ്. അവിടെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് പോലെ ഇരിക്കും. അതൊരു ഹൈലൈറ്റ് ആണ്. ഇന്നലെ ചോള ഫിൻ നോക്കിക്കോ. ഇപ്പൊ അല്ല, അതെന്റെ അലേർട്ട് വർക്ക് ചെയ്ത എന്താടാ ഫോറക്സില് ഇല്ല. ഇടാം. അപ്പൊ ഗീവവേ ഉറപ്പിക്കാമല്ലേ? ഉറപ്പിക്കാം. ഗീവവേ കാർത്തേ തരും. അല്ല ഇമാനും ആരൊക്കെ ഉണ്ടായാലും നമ്മള് ഗീവവേ ഒരു 20 shares. അത് കൊള്ളാലോ, അത് നല്ലൊരു ഐഡിയ കേട്ടോ. വെറുതെ മ്യൂട്ടിൽ പോയോ? ബൈ ഡെഡ് ആയോ? ഇല്ല. നമുക്ക് എക്സോഷൻ വേണം ബ്രോ. പുഷില് നമ്മൾ കയറി എടുക്കില്ലല്ലോ. ഇതില് കേറുന്നുണ്ട്. സ്ക്രീൻ പോയോ? ആണോ? ഇപ്പോഴും വന്നില്ലേ? എനിക്ക് സ്റ്റിൽ ബൈ ആണ്, പക്ഷെ എൻട്രി ആയിട്ടില്ല. ചിലപ്പോ ഈ ലോ എടുക്കുമായിരിക്കാം. ഈവൻ ഇവിടെ ബൈ ആണ്. ഇത് ബ്രേക്ക് ചെയ്ത് പിന്നെ അതിന്റെ താഴെ പ്രൈസ് നിന്ന് കഴിഞ്ഞാൽ ഓക്കെ, അപ്പൊ പ്ലാൻ മാറും. അല്ലെങ്കിൽ ഇവിടുന്ന് ഞാൻ 23,300 P സൈഡ് GTT. ഓക്കെ, സ്കാൽപ്പേ പിടിക്കാവുള്ള കാര്യം ചാൻസ് ഉണ്ട് ബ്രോ. അത് വർക്ക്ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. കാര്യം പ്രൈസ്, എനിക്ക് പ്രൈസ് താഴോട്ട് വരണം. ഒരു ലോജിക്കലാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ കൗണ്ടർ അധികം പിടിക്കാറില്ല. സ്കാൽപ്പ് ഒന്നും ആയിട്ടുമില്ല. നോക്കുക, വെയിറ്റിംഗ് ഫോർ 80 ഹിറ്റ് ആയ തോന്നാത്തോണ്ടാ പറയാനേ. ഞാൻ പറഞ്ഞില്ല എനിക്കൊരു ബൈ ഫീൽ ചെയ്യുന്നുണ്ട്. ബൈ ആണ്, പക്ഷെ എനിക്കുള്ള ഒരു കൺഫർമേഷൻ, അതാ മെയിൻ എൻട്രിക്കുള്ള കൺഫർമേഷൻ ആയിരുന്നു. എനിക്കും പ്രോപ്പർ സെറ്റപ്പ് ആയിട്ടില്ല. വ്യൂ ബൈ ആണ്. വ്യൂ ഇപ്പോഴും ബൈ തന്നെയാണ്. സമയം പറയുകയാണെങ്കിൽ
12:54 മുതൽ ടൈമിൽ ക്ലോസ് ചെയ്തു. അതുകൊണ്ട് ഞാൻ പറയാൻ കേട്ടോ. റിസ്കി ട്രേഡ്സ് ആണ് ഇങ്ങനെ പറയാം. അപ്പൊ ആ സമയത്ത് പറഞ്ഞത് കണ്ടന്റ് യൂസ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. SL ട്രയലിങ്ങോ SL ടൈറ്റ് ചെയ്യോ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇതാവും അപ്പൊ മിനിമം ഒരു കൊള്ളാവുന്ന ഒരു സെറ്റപ്പ് വരുമ്പോഴായിരിക്കും നമ്മൾ ഷെയർ ചെയ്യുക. ബട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഡേ ഒരു സാധനമെങ്കിലും നമുക്ക് കിട്ടുമല്ലോ. അതൊരു 20 പറയും കേട്ടോ. പക്ഷെ അത്ര ഒരു ഓക്കെ അതെനിക്ക് ഓപ്ഷൻ ചാർട്ട് നോക്കിയിട്ട് ആകെ കൺഫ്യൂഷൻ ആയിരുന്നു. നമ്മളൊരു എൻട്രി പ്ലാൻ ചെയ്യുന്ന സമയത്ത് പോയിട്ട് നോക്കും ബൈയും സെല്ലും എങ്ങനെയാണ് ഏകദേശം ഓക്കെ. ബാങ്ക് നിഫ്റ്റി സീസൺ ബാങ്ക് നിഫ്റ്റി കയറാൻ ചാൻസ് ഉണ്ടോ? ബാങ്ക് നിഫ്റ്റിയില് ഈ ഒരു ഏരിയ അത്യാവശ്യം നല്ല രീതിക്ക് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ചാർട്ടില് നിഫ്റ്റി കേറല്ലേ എന്താ, പക്ഷേ ഇവിടെ ഞാൻ എടുത്ത ഏരിയന്ന് അത് പിന്നെ ഇറങ്ങി. ഇത് ഒന്നിത് കയറി പോകണമെങ്കിൽ ഇനി ഒരു സാധനം കൂടെ സംഭവിക്കാനുണ്ട് മാർക്കറ്റിൽ. അത് സംഭവിച്ച ചാൻസ് ഉള്ളൂ. 60% കേസിലും അങ്ങനെയാണ്. പിന്നെ എന്തെങ്കിലും ഒരു ഇവന്റ് നടക്കുന്നതിന് മുന്നേ ആയിട്ട് എപ്പോഴും പ്രീമിയം ഡിക്ക് കൂടുമ്പോ ഇവന്റ്സിന് തൊട്ട് മുന്നേ ആയിട്ട് പ്രീമിയം ഡിക്ക് കൂടും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒന്നീ നിങ്ങൾ മറ്റേത് എടുക്കുവാണെങ്കിൽ നെക്സ്റ്റ് ന്യൂ നോളജ് അതായത് ഇന്ന് നാളെ ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ഞാൻ പറഞ്ഞില്ല, ഇനിയുള്ള ടൈറ്റ് പിടിച്ച് കളിക്കണം. വലിയ പോയിന്റ്സ് നിങ്ങൾ നോക്കണ്ട, കൂടും ഈ സാധനം എപ്പോഴും. അങ്ങനെ പ്രീമിയം ഡിക്ക് ഭയങ്കരമായിട്ട് കൂടുതൽ തോന്നുമ്പോൾ നിങ്ങൾ നെക്സ്റ്റ് എക്സ്പയറി എടുക്കുക, അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അല്ലെങ്കിൽ ഒരു ATM ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കണം. ബട്ട് അതിനെ എടുക്കുന്നതാണ് ട്രേഡ് മാനേജ് ചെയ്യാൻ പറ്റാതെ ഇച്ചിരി പാടായിരിക്കും. 90 SL വെച്ച് ടാർഗറ്റ് 120. 1-2 ട്രേഡ് ഒരു ദിവസം നോക്കിയാൽ കേട്ടോ, അതിൽ കൂടുതൽ നോക്കണ്ട. വേറെ കൗണ്ടറും അത് ഇതൊക്കെ പിടിക്കാൻ നോക്കല്ലേ. ഇതുണ്ടാവും 2 ട്രേഡ് ഒരു ദിവസം, 2 TP ആണെങ്കിലും SL ആണ്. ഒന്നിൽ അത്യാവശ്യം നല്ല രീതിയിൽ കളക്ട് ചെയ്താൽ അവിടെ നിർത്തിക്കോ, അതായിരിക്കും നല്ലത്. ഗോട്ടെന്നും പറഞ്ഞിങ്ങനെ ഫോട്ടോ ഗോഡ് ഓഫ് ട്രേഡ്സ് ട്രേഡ് കാർത്തിക് ഒരു സ്കാൽപ്പ് എന്തായാലും മറ്റേ നമ്മുടെ മെയിൻ എൻട്രി ആണോ ചോദിക്കുന്നത്? അത് കിട്ടും. അത് ഇന്ന് കിട്ടാൻ ചാൻസ് ഇല്ല, എക്സ്പയർ ചെയ്യല്ലേ. ഇന്ന് ഞാൻ പറഞ്ഞ ഒരു സാധനം വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അത് ചാൻസ് ഉണ്ട്. പക്ഷെ അത് ഈ ബഡ്ജറ്റ് കഴിയുന്നവർ അങ്ങനെ വലിയ സെറ്റപ്സ് വെയിറ്റ് ചെയ്യണത് നല്ലൊരു ഓപ്ഷൻ അല്ല. ഭയങ്കര വോളറ്റൈൽ അല്ലേ. അപ്പൊ നമ്മള് മാക്സിമം ചെറിയ പോയിന്റ് പിടിച്ച് എക്സിറ്റ് അങ്ങനെ നോക്കിയാൽ മതി. ബട്ട് ഒരു ഇവന്റ് എപ്പോഴും അങ്ങനെ ആയിരിക്കും. 50 ലാസ്റ്റ് ഈ വീക്കിൽ എല്ലാ ദിവസവും മിനിമം 50 ചിലരും പിടിച്ചില്ലായിരുന്നോ? കയറാൻ പറ്റിയില്ല. കുറച്ച് കാര്യങ്ങൾ ഒബ്വിയസ്ലി ഇതിൽ നമ്മൾ ഷെയർ ചെയ്യാത്ത കാര്യങ്ങളാണ് ഉള്ളത്. കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് അപ്പൊ അത്യാവശ്യം ഹെഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ്. 4 days a week വർക്കിംഗ് കൾച്ചർ ആക്കുമെന്ന് പറയുന്നു, സത്യമാണോ? അങ്ങനെ പക്ഷെ മറ്റേ ഇൻഫോസിസിന്റെ പുള്ളിക്കാരനൊക്കെ ഇൻക്രീസ് ചെയ്യണമെന്നാണല്ലോ പറഞ്ഞ വർക്ക് ടൈം ഒക്കെ. ഞാൻ അതിനെ സപ്പോർട്ടാണ് ചെയ്യുന്നത്. ഐഡിയൽ ടൈം പറയുന്നതല്ലേ നല്ലത്. സ്റ്റുഡന്റ് working in US company night shift for last 6 years. ആയുള്ള സാറ്റർഡേ സൺഡേ കൂടി ഡെഡ് ആക്കുക എന്ന പേര്. പക്ഷേ ഇത് ഇവിടെ ഇന്ത്യയിൽ അതൊക്കെ ഇപ്പോഴും ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളൊരു രീതിയിലൊക്കെ ഇന്ത്യ ആയിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല. ചാൻസ് കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു എക്കോണമിയുടെ സിറ്റുവേഷനും ടാർഗറ്റ് ഹിറ്റ് ആയിരുന്നു. നേരെ പോയി 90 SL ടാർഗറ്റ് ഹിറ്റ് ആയത്. ഞാൻ നേരെ പോയി. എനിക്ക് ഇന്ന് 2 സ്ക്രീൻ പോയി വന്നും കളിക്കും. ഇതിന്റെ സ്റ്റാർട്ടിങ് എവിടുന്ന കിട്ടിയെന്നോ എന്ത് മനസ്സിലായല്ലോ. ട്രേഡ്സ് മറ്റേ കമ്മോഡിറ്റി ഞാൻ ചെയ്തോണ്ടിരുന്നു ഇനിഷ്യലി. പിന്നെ ഫോറക്സ്, പിന്നെ ഇതും ഫോറക്സ്. ഇവിടുന്നൊക്കെ എന്തെങ്കിലും ഒരു ട്രാപ്പ് കിട്ടിയാലും നമുക്ക് എൻട്രി നോക്കാം കേട്ടോ. 0 കൺസെപ്റ്റ് ഇല്ല ബ്രോ. എനിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സെറ്റപ്പും ഞാൻ നോക്കാറില്ല. പ്രോപ്പറായിട്ട് ചെയ്യുന്ന ആൾക്കാരെ ഉണ്ടായിരിക്കാം, ബട്ട് എനിക്കത് പ്രോപ്പറായിട്ട് വർക്ക്ഔട്ട് ആവുന്നില്ല. ലേ സെറ്റപ്പ് അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഒരു ആവറേജ് 1:2 ഒക്കെ പിടിച്ച് റിസ്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റണം. നമ്മള് കാര്യമില്ല വിടില്ല. അത് ഇറങ്ങിവിടെ എന്താണ് ഞാൻ എപ്പോഴും ഇത് സൈലന്റിലും ഫ്ലൈറ്റ് മോഡിലൊക്കെ ഇട്ടിരിക്കുന്നു. കേരളത്തിൽ അങ്ങനെ 2 പേരേ ഉള്ളൂ, ആസിഫ് അലി പിന്നെ ഒന്ന് അനന്തൻ. ഞാനിപ്പോ ആരും ചെളിയെടുക്കും. കാർത്തിക് ഞാൻ മറ്റേ കോൾ വരുമ്പോഴത്തേക്കും ട്രൂ കോളറിൽ അത് നോട്ടിഫിക്കേഷൻ വരും. ഞാനപ്പോ തന്നെ ഫ്ലൈറ്റ് മോഡിൽ ഇട്ട്
കാർത്തികനെ വിളിച്ചോളെ. ഹോൾ കേരള ന്യൂസ് എനിക്ക് മെസ്സേജ് ഇട്ടാണ് ഞാൻ മിക്കവാറും സ്ക്രീനിന്റെ ചാർട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ എടുക്കാത്ത, അല്ലാത്തപ്പോഴേ അഫയർ ഒക്കെ ഉണ്ടായ എന്ത് ചെയ്യും? എന്താ ഇങ്ങനെ സംസാരിക്കും? അങ്ങനെ ഒരു അഫയർ ഒക്കെ ഉണ്ടായെന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്യും? അന്ന് എങ്ങനെ സംസാരിക്കും? എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് അഫയർ വേണ്ടാതെ ഇപ്പൊ പറയുന്നത് അങ്ങനെയല്ല. എന്നെ മറ്റേ അപവാ വിഷയത്തിൽ ഫോക്കസിന് വേണ്ടിട്ട് ഞാൻ കുറെ വിഷയത്തിൽ നമ്മൾ തന്നെയാണ്. ശരിക്കും ഗൈസ് അനന്തന് അഫയർ ഇല്ല. അതെ അതെ, ഇത്തരത്തില് അതാകെ ഉള്ള ഇമാനുവലിന് അത് റഷ്യൻ ഗേൾസ്. മാറ്റി വെച്ച അവസാനം ലോട്ട് എക്സ്പയർ ചെയ്യാം, സിഗ്മ പോയി എക്സ്പയർ എന്റെ ഫോക്കസ് പോകാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ്, അല്ലാണ്ട് വേറെ. ശരിക്കും പറഞ്ഞ അങ്ങനെയല്ല, ഞങ്ങള് സമ്മതിക്കൂല. ഞങ്ങളുടെ ഇതിലേക്ക് ഒരു പെൺകൊച്ചു വന്നു കഴിഞ്ഞാ കേറി. അതാണ് പശുപുല്ല് ഇവനെ ഞാൻ സിഗ്മയാക്കും. അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിഫ്റ്റിയിൽ ഇതെനിക്കൊരു ബൈ ആണ് ഈ പോകുന്നത്, പക്ഷെ എനിക്ക് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഈ ബൈ. പക്ഷെ ഭയങ്കര റിസ്ക് ഉണ്ട്. SL വിചാരിച്ചതിനെ കാട്ടി ഞാൻ പറഞ്ഞു എനിക്കൊരു സാധനം നിഫ്റ്റിയില്, പക്ഷെ എൻട്രി SL ഗ്യാപ്പ് ഉണ്ട്. അതെന്താണ് നിന്റെ ഇൻസ്റ്റ ഐഡി എടുത്ത് ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കും. ഇൻസ്റ്റ, ബംബിള്, ടിൻഡർ എല്ലാം അയച്ചു. നിങ്ങൾ പോയി ഇവന്റെ ഇൻസ്റ്റ നോക്കണം. ഇവന്റെ ഒരു ഫോട്ടോ ഗേൾസ്. നിഫ്റ്റി ഓപ്ഷൻ ചാർട്ടിൽ മൂവ്മെന്റ് ഉണ്ടോ ഇത്രയും? ഇല്ല. ഇല്ല, റെഡ് ആയിട്ട് സന്തോഷമായി. നാളെ ഇനി എന്ത് കഴിഞ്ഞ വോളറ്റാലിറ്റി ആണോ എന്തോ. ഫ്രൈഡേ ഇല്ല, മീൻസ് സാധാ ഫ്രൈഡേ ആയതല്ല, ഇതിന് മുന്നേ ഉള്ള ബഡ്ജറ്റിന് മുന്നേ ഉള്ള. ബഡ്ജറ്റ് ട്രേഡ് ചെയ്യുന്ന ആരൊക്കെ ഉണ്ട് ഇതില്? ഇരിക്കുന്നുണ്ടോ? പ്ലാൻ ഉണ്ട്. ഓക്കെ, ബ്രോ ഇരിക്കുന്നുണ്ട്. സാറ്റർഡേ മാർക്കറ്റ് ഓപ്പൺ ആണ്. ഞാൻ ചെയ്യില്ല. എന്റെ സെറ്റപ്പ് വെച്ചാണെങ്കിൽ എനിക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ വെറുതെ എന്തിന് ആ പൈസക്ക് വേറെ എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചടിച്ചോണ്ടിരുന്ന പോരെ ഹാപ്പി ആയിട്ട് സാറ്റർഡേ സൺഡേ ഒക്കെ. ശരിയാ, മീറ്റിംഗ് ഉണ്ടല്ലോ. കോഫി ഡേറ്റ് എന്തൊക്കെയാ പോകുന്നത്? ബഡ്ജറ്റിന് മുന്നേ സൈഡ് വൈസ് ആണ് 3-4. ബഡ്ജറ്റിൽ ഇനി എന്തിനൊക്കെയാണ് അവര് ടാക്സ് കൊണ്ടുവരുന്നത്? പോപ്കോൺ വന്നില്ലോ. പോപ്കോൺ, പഴംപൊരി, പിന്നെ വേറെ എന്തോ ഒരു സാധനത്തിന് വന്നു. 18% വീട്ടിലുണ്ടാക്കി ഒരു വീട്ടിൽ വന്ന് ടാക്സ് അടിച്ചിട്ട് വന്നുള്ളൂ. അല്ല, പക്ഷെ ഇങ്ങനെയൊക്കെ ടാക്സ് കൊണ്ടുവരുമ്പോ നമുക്ക് കഴിക്കാനുള്ള ടെംപ്റ്റേഷൻ. ഇതരാണ് ChatGPT ഒക്കെ യൂസ് ചെയ്ത് തിരയുന്നുണ്ട്. എന്നാ കേട്ടത് GST ഇല്ലാത്ത ഐറ്റംസ് GST അപ്ലൈ ചെയ്യാൻ ആയിരിക്കും കേട്ടോ. അതാ ChatGPTക്ക് ഒരു പണി കിട്ടിയത്. പക്ഷെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർ അത് ഭയങ്കരമായിട്ട് ഇത് ഇന്ത്യൻ മാർക്കറ്റിനെ തന്നെ അത് അഫക്ട് ചെയ്യും. എന്തായാലും ഒരു ക്രിപ്റ്റോ ഫോറക്സിലോട്ടൊക്കെ തന്നെ ഭയങ്കരമായിട്ടുള്ളവരടുത്തൊക്കെ ട്രേഡിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ പറയുന്ന ഇതാ, ഞങ്ങളിലുള്ള ഇപ്പൊ ഇൻകം വെച്ചിട്ട് ഞങ്ങൾക്ക് പണ്ടത്തെ ബെറ്റർ ഫോറക്സ് ആണ്. ഫോറക്സ് പിന്നെ ക്രിപ്റ്റോയിലൊക്കെ ഭയങ്കര ബൂം നടക്കുന്നുണ്ട്, മീം കോയിൻസ് ഉണ്ട്. അപ്പൊ എന്തിന് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരണം എന്നാണ് കുറെ പേര് ചോദിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ഡിജിറ്റൽ അതുണ്ട്, ബട്ട് അതൊക്കെ വരുമായിരിക്കും. പക്ഷെ അത് വലിയ ചേഞ്ചസ് ഒക്കെ എന്ത് വരുത്തും എന്ന് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. കാര്യം ഇപ്പം ഡിജിറ്റൽസ് ആണ് യൂസ് ചെയ്യുന്നത് എല്ലാവരും. പിന്നെ ഓൺ ഇത് വരുമ്പോഴത്തേക്കും ഓക്കെ അതും യൂസ് ചെയ്യുള്ളൂ. കോയിൻ, ജിയോ കോയിൻ വരും ഇതൊക്കെ പറയുന്നുണ്ട് ബ്രോ, റൂമേഴ്സ് ആണ്. പിന്നെ ജിയോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് നമ്മളതായിട്ട്. പക്ഷെ അവർ കുറച്ചുകൂടി ഒക്കെ ലിബറൽ ആക്കിയാണ്. നമ്മളൊരു ഡെവലപ്പിംഗ് കൺട്രി ആണല്ലോ, അപ്പം മിനിമം ക്രിപ്റ്റോ ട്രേഡ് ചെയ്താൽ ടാക്സ് അടയ്ക്കണ്ടേ. അത് ഇതിന്റെയൊക്കെ ജിയോ കോയിൻ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും അതിനൊക്കെ അവർ ഇനിഷ്യലി ടാക്സ് എക്സംഷൻസ് കൊണ്ടുവരും. ക്രിപ്റ്റോ ചെയ്താൽ 30 ഉണ്ട്, പക്ഷെ അത് അടയ്ക്കാനുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ടാക്സ് ഇവേഷൻ ചെയ്താൽ അടയ്ക്കേണ്ട അവോയ്ഡ് ലോസ് ഇല്ല, അത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലൊക്കെ നടക്കും. പക്ഷെ അത് ക്രിപ്റ്റോ അല്ലേ ബ്രോ, കൺവേർട്ട് ചെയ്യാമല്ലോ, മീൻസ് അങ്ങനത്തെ അല്ലോ അതില്. ഇപ്പോഴും ലൂപ്പ് ഹോൾസ് ഒരുപാടുണ്ട്. ഫോറക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ആകെ ഒരു ചെറിയ ചാർജസ് വരുന്നത്, കമ്മീഷനോ വേറെ കാര്യങ്ങളൊന്നുമില്ല, സുഖമാണ്. ഇവിടെ ഇപ്പൊ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് സെബിയുടെ ഇത് ഒരു കണക്കിന് നല്ലതാണ്. പക്ഷെ അത് സ്കാം ചെയ്യുന്നവർ ഇപ്പോഴും സ്കാം ഒക്കെ സുഖമായിട്ട് ചെയ്യുന്നുണ്ട്. ഫോറക്സ് എന്നല്ല ചെയ്യുന്ന ഫോറക്സ് നമ്മള് ബ്രോക്കറാണോ ബ്രോ ഉദ്ദേശിച്ചത്? ഇവിടെ കറന്റ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ട് വേണം ചെയ്യാം. ഇപ്പം ഞാനൊക്കെ കൂടുതൽ ചെയ്യുന്നത് FXTMലൊക്കെയാണ്. ഇവർക്ക് ഇവിടെ സപ്പോർട്ട് ഉണ്ട്, ബട്ട് അങ്ങനെ ഫോറക്സ് ബ്രോക്കേഴ്സ് ഉണ്ട് സപ്പോർട്ട്. വോയിസ് സെറ്റ് ആയോ? ഇപ്പോഴാണ് സെറ്റ് ആയത്. എന്തായിരുന്നു പ്രശ്നം ബ്രോ? ഇപ്പോഴും ബൈ ആണോ വ്യൂ? ഇപ്പോഴും ബൈ തന്നെയാണ് വ്യൂ, ബട്ട് ചിലപ്പോൾ റിവേഴ്സലിന് ചാൻസ് ഉണ്ട്. പക്ഷെ അതിനുള്ള കോൺഫ്ലുവൻസസ് ആയിട്ടില്ലേ, പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റിയിലാണോ അത് ഇനി വീണ്ടും ഈ ഒരു ഏരിയയിലൊക്കെ വന്ന് ഡിസൈഡ് ചെയ്യാം. അത്രേ ഉള്ളൂ. എങ്ങാനും ബ്ലോക്ക് ആക്കിയതാണോ?
ഞാൻ അതൊക്കെ ഇമ്മാനുവലാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇവൻ എന്നെ വരെ കുറച്ച് വോയിസ് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. എഡിറ്റിംഗ് ചേട്ടാ ഞാൻ തന്നെ ഓണായിട്ട് ഒരു 0 ബ്രോ നിർത്തിയെന്നല്ലേ പറഞ്ഞു നിർത്തി. ഓക്കെ ഓക്കെ. എനിക്ക് സി റിവേഴ്സൽ ആവണമെങ്കിൽ വേണ്ട കോൺഫിഡൻസ് ആയിട്ടില്ല ബ്രോ ഇപ്പോഴും. അത് വരെ അല്ലെങ്കിൽ എനിക്ക് നമുക്ക് പ്ലാൻ ചെയ്യാം. മീറ്റപ്പ് ഒക്കെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എവിടെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ ഈ വീക്ക് ഓവറോൾ എല്ലാരും എന്താ പൊസിഷൻ? ഗ്രീൻ അല്ലേ? എനിക്ക് 58 ഓൾറെഡി ട്രിഗർ ആയി. ഗ്രീൻ അത് മതി. നാളെ ട്രേഡ് എടുക്കുന്നവര് നോർമലി എടുക്കുന്നതിനെക്കാട്ടി റിസ്ക് കുറച്ച് എടുക്കണേ. അറിയാലോ നാളെ അറിഞ്ഞൂടാ, ചിലപ്പോൾ നോർമൽ ആയിരിക്കും. ബട്ട് 60% എക്സ്പെക്ട് ചെയ്യുന്ന ഹൈ വോളറ്റാലിറ്റി ആണ് ചെയ്ത്. പിന്നെ ഓവറോൾ ലോസിലാണ് ഇപ്പോൾ ആ ഒരു ട്രാക്കിലായത്. എല്ലാം തിരിച്ചു അത് ആയിക്കോളും ബ്രോ. പ്രോപ്പറായിട്ട് ഈ ഒരു മതി എന്തായാലും പിടിക്കാൻ പറ്റും. ക്യാറ്റായിട്ട് ഇത്ര അറ്റാച്ച്ഡ് ആവാൻ റീസൺ എന്ത് പറഞ്ഞു കൊടുക്കുക കഥയൊക്കെ. 0 to ഹീറോ ജാക്ക്പോട്ട് അടിച്ചോ? ഏതിലായിരുന്നു കിട്ടർ? നിഫ്റ്റി ആണോ? 56 to 87 മതി എടുക്കണ. 2 ട്രേഡ് വല്ല എടുത്താൽ മതി ബ്രോ. അത് കൂടുതൽ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ കൺഫ്യൂഷൻ ആയിപ്പോ. പൂച്ചയാണോ വേറെ വല്ലാണോ? റഷ്യ ഒക്കെ അതെ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നാ? അതൊക്കെ പറഞ്ഞ ലൈവ് ഒരുപാടുണ്ടല്ലോ. നിഫ്റ്റി ഇറങ്ങാൻ നിൽക്കുന്നുണ്ടോ അവിടെ? കൺഫ്യൂഷൻ എന്താണെന്ന് ഇല്ല. അപ്പൊ അങ്ങനെ പിടിക്കില്ല, ട്രിഗർ ആയിട്ടില്ലല്ലോ. നാളെ ഒരു മിക്കവാറും ലൈവിലുണ്ടാവും. എന്ത് പറ്റി കാണാൻ പറ്റില്ല. ഒരു എക്സ്പോഷർ ഉണ്ടായ പ്ലാൻ ചെയ്യണോ? എനിക്ക് ബൈ എന്റെ വ്യൂ ബൈ എന്ന് മാറണമെങ്കിൽ ഈ ഏരിയയും കൂടെ ബ്രേക്ക് ആവണം. എന്റെ അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ടുണ്ട്. അതെ അതെ. ഞങ്ങള് 1 ഫീ എടുത്തവരൊക്കെ ഹാപ്പി വീക്കെൻഡ് ആയിരിക്കാം. നാളെ നിങ്ങൾ ട്രേഡ് എടുത്തില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല കേട്ടോ. നീ അറിഞ്ഞൂടാ ഇനിയിപ്പോ ഇത്രയും നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നാളെ നല്ല സെറ്റപ്പ് ഒക്കെ വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സെറ്റപ്സ് കാണാൻ ചാൻസ് ഉണ്ട്. ബട്ട് എടുത്താൽ സെറ്റപ്പ് അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്ന എത്ര സെറ്റപ്സ് ഉണ്ടെന്നാണോ? ഉണ്ട് 4 മെയിൻ ആയിട്ട് 4. അതിലും സബ് ആയിട്ടുള്ള സെറ്റപ്സ് ഉണ്ട് ഓപ്ഷൻ ബൈയിങ്ങിന്. ബാക്കി ഇപ്പം ഇങ്ങനെ ഇതിനൊക്കെ സെപ്പറേറ്റ് ആണ്. എല്ലാത്തിന്റെയും ഒരു ബേസിക് ഐഡിയ വേരിയേഷൻസ്. 4 ഓൾമോസ്റ്റ് മെയിൻ വിന്നിങ് അല്ല, ഇതിൽ മെയിൻ എല്ലാത്തിനും വിന്നിങ് റേറ്റ് ഓൾമോസ്റ്റ് സെയിം ആണ്. അതുകൊണ്ടാണ് ആ 4 മാത്രം യൂസ് ചെയ്യുന്നത്. ഇല്ല ബ്രോ ഇങ്ങനെ ടാർഗറ്റ് ഉണ്ട്. ടാർഗറ്റ് ഇല്ല. ബട്ട് എനിക്ക് ഞാൻ പറഞ്ഞില്ല ഇവിടുന്ന് പ്രൈസ് കയറുന്നില്ല. എനിക്ക് ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. അതിനിപ്പോ ഇങ്ങനെ ഒരു സംഭവം വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഇവിടെ ഒരു ഭയം നോക്കിയേനെ. നിഫ്റ്റി ഇത് ഇവിടെ എടുക്കാത്ത നന്നായി. അറൗണ്ട് എത്ര പെർസെന്റേജ് വരും? എന്താ ഹോൾ ഇതാണോ സ്വിങ് ആണോ അതോ എന്താ നമ്മൾ എടുക്കുന്ന ട്രേഡ്സ് ആണോ? ഈ ബ്രൗൺ ട്രേഡ് ചെയ്ത 14 ആണ്. അത് ബ്രേക്ക് ആയുള്ള ചാൻസ് ഉണ്ട്. വിന്നിംഗ് ട്രേഡിന്റെ പെർസെന്റേജ് ഒരു 50 to 70% മിനിമം അത്രയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് യൂസ് ചെയ്യാറുള്ളൂ, അല്ലെ യൂസ് ചെയ്യില്ല. എന്റെ ട്രേഡിന്റെ ബ്രോക്കറിന്റെ ചാർട്ട് ഇടണോ? ഷെയർ ചെയ്യണോ? ഇട്ടോ. നേരത്തെ തന്നെ പിയാനിൽ ഇട്ടില്ലേ? ഇല്ല ഞാൻ ഇട്ടില്ല. പിയാനിൽ ഇടണോ ചാർട്ട് ഇടണോ? അടുത്ത എഡിറ്റിംഗ് ഒക്കെ പഠിച്ചല്ലോ. മറ്റേ അക്കൗണ്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ? എനിക്ക് ആയില്ല ബ്രോ. എനിക്ക് അതിനുള്ള കൺഫർമേഷൻസ് ഒന്നും ആയിട്ടില്ല. അതാ വെയിറ്റ് ചെയ്യുന്നത്. യൂസ് ചെയ്യുന്നതാണ്. എടുത്തിട്ടുണ്ട്. ഏതിലെടുത്ത്? ഞാൻ എടുത്തില്ല. അത് മതി മതി. ബൈ നോക്കി ബൈ ഞാൻ ഒരു എൻട്രി ചിലപ്പോ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതാ നോക്കുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു കൺഫർമേഷൻ കൂടെ നോക്കുന്നുണ്ട്. അത് കിട്ടിയ ചെറിയൊരു സ്കാൽപ്പ് പിടിക്കാൻ പറ്റുന്നു. ചിന്തിക്കണ്ട. അല്ലെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ. നാളെ കാണാം. ഓക്കെ ബൈ. ഇങ്ങനെ എന്തെങ്കിലും കിട്ടിയ ഒരു സെല്ലിന് നോക്കാം കേട്ടോ. സ്കാൽപ്പാണ് ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ. ഇവിടെ ട്രാപ്പ് കൂടി കിട്ടി നിഫ്റ്റി ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ പ്ലാൻ ക്യാൻസൽ ആണ്. അതിന് മുന്നേ ആ സെല്ല് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റിയാൽ മാത്രമേ എൻട്രി എടുക്കാവുള്ളൂ. നാളെ കാണാം. ഓക്കെ ബൈ. ഞാനും ഒരു 5-10 മിനിറ്റ് കൂടെ നോക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ സെറ്റപ്പ് കിട്ടിയില്ലെങ്കിൽ കാര്യമില്ല. വൺസ് നിഫ്റ്റിയോടെ എത്തിക്കഴിഞ്ഞാൽ
പ്ലാൻ ക്യാൻസൽ ആണ്. പിന്നെ ഇന്നിനി ബാങ്ക് നിഫ്റ്റി ഇത്തിരി ബഹിയാണ്. അതായത് ബാങ്ക് നിഫ്റ്റി ഈ ഒരു ലെവല് പ്രോപ്പറായിട്ട് ബ്രേക്ക് ചെയ്യുന്നത് വരെ എനിക്ക് ബൈ തന്നെയാണ്. ഇത് തിരിച്ചു വരുന്നുണ്ട്. ഇവിടെ ഈ ഒരു കൺഫർമേഷൻ കിട്ടിയാൽ നിങ്ങൾ ചെറിയൊരു എൻട്രി പിടിച്ചോ. ടൈം നമുക്ക് കുറവാണ്. ഇവിടെ നിന്ന് കൺഫർമേഷൻ കിട്ടണം. ഇവിടെ ഈ ഏരിയയിൽ എവിടെയെങ്കിലും കൺഫർമേഷൻ കിട്ടണം. ഇൻ കേസ് അത് ബ്രേക്ക് ചെയ്ത് പോയാൽ കഴിഞ്ഞു. ടാർഗറ്റ് നിങ്ങൾക്ക് ഇവിടെ വയ്ക്കാം. ഇത് ഇങ്ങനെ പോകുവാണെങ്കിൽ പ്ലാൻ ക്യാൻസൽ ആണ്. ഇങ്ങനെ ക്ലോസ് ചെയ്യുവാണെങ്കിൽ, ഇങ്ങനെയൊക്കെ നിൽക്കുവാണെങ്കിൽ ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും സെൽ എടുത്തോ. ചെറിയ എൻട്രി എടുത്താൽ ക്ലോസ് ചെയ്തിട്ട് കേട്ടോ. ക്ലോസ് ചെയ്യണമെങ്കിൽ എടുത്തോ. പുലി പോവാണ്. ഞാൻ എന്തിനാ വെയിറ്റ് ചെയ്തു. ഇങ്ങനെയൊക്കെ ക്ലോസ് ചെയ്യാൻ പിടിച്ചോ. 5-10 പോയിന്റ് ഒക്കെ പിടിച്ചാൽ മതിയേ. എക്സിറ്റ് ചെയ്തോ. എടുത്ത് എക്സിറ്റ് ചെയ്ത പിടിച്ചില്ലേ? എക്സിറ്റ് ചെയ്താ. ഞാൻ എക്സിറ്റഡ് ആണ്. ഞാൻ കംപ്ലീറ്റ് എക്സിറ്റഡ് ആയി. ഞാൻ ഓൾമോസ്റ്റ് പിടിച്ച 26 പോയിന്റ്സ് ആണ്. ഞാൻ ടൈം എക്സിറ്റ് ഇതായത്. പിന്നെ ഈ ലോ അല്ല എന്റെ ടാർഗറ്റ് ഇത് ഈ ഏരിയ വരെയാണ്. ഭയങ്കര മൂവ്മെന്റും വന്നപ്പോൾ ഞാൻ അവിടെ എക്സിറ്റ് ആയി. ആരൊക്കെ എടുത്ത ട്രേഡ്? ബ്രോ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനിയും പോകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഒരു 20 പോയിന്റ്സ് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ എക്സിറ്റ് ആവുന്ന ടൈം കഴിഞ്ഞല്ലോ. ഓക്കെ, എന്നാ ഞാൻ കഴിഞ്ഞു. ഇന്ന് ലോസ് ബുക്ക് ചെയ്ത ആരുമില്ലല്ലോ. ട്രേഡ് മിസ്സായ ആരെങ്കിലും ഉണ്ടായി? ട്രേഡ് ഇത് മിസ്സായെന്ന് മാത്രം പറയില്ല. ഞാനിത് ഇവിടെ എത്തിയപ്പോ തൊട്ടേ സെല്ലുണ്ട്. ഇത് കഴിയുമ്പോ എടുക്കണം, ഇത് ക്ലോസ് ചെയ്യുമ്പോ എടുക്കണം. ഞാനിത് ഇപ്പൊ തൊട്ട് പറയുന്നത് 2-10 തൊട്ട് ഞാൻ പറയുന്നില്ലേ. ഓക്കെ, 10 പോയിന്റ് കിട്ടിയല്ലേ? ഓക്കെ, അത് മതി. എന്തേലും കിട്ടിയത്. ഓക്കെ, വേറെ ആരും എടുത്തില്ല. കുഴപ്പമില്ല, നമുക്ക് നാളെ നോക്കാം. മിസ്സായവർ എന്തുകൊണ്ട് മിസ്സായെന്നൊന്ന് നോക്ക്. നിങ്ങൾ ചിലപ്പോൾ ലൈവില് ഒന്ന് ശ്രദ്ധിക്കാത്തോണ്ടായിരിക്കാം. ചിലപ്പോൾ കുഴപ്പമില്ല, അത് നമുക്ക് നാളെ പിടിക്കാം. ഞാൻ എന്നത്തേക്ക് എന്ത് ചെയ്യട്ടെ? ഞാൻ ഫൈനൽ ടാർഗറ്റ് ഒന്നും വെച്ചില്ല കേട്ടോ. ഇത് സമയം ഒന്നാമത് കുറവാണ്. ഓക്കെ ഗൈസ്, അപ്പം നാളെ കാണാം. നമുക്ക് നാളെയും രാവിലെ ഇരിക്കാൻ എല്ലാവരും. ഓക്കെ ബൈ.